ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഒത്തിരി ദിവസമായി നമ്മൾ കണ്ടിട്ട് വീണ്ടും നിങ്ങളെ കണ്ടതിലുള്ള വളരെ വലിയ സന്തോഷമുണ്ട് എൻ്റെ മനസ്സിനകത്ത്. അപ്പോൾ എന്താ ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെയാണ് എന്ന്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പഠനം നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന്. അഥവാ നല്ല രീതിയിലല്ല കൊണ്ടുപോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് ഓടി ഓടി കയറും മക്കളെ. കാരണം നിങ്ങൾക്കറിയാം, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ടുണ്ട്. അതിപ്പോൾ 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ആരെങ്കിലും പഠനം അയ്യോ ശരിയാകുന്നില്ല, അത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഓടി കയറി വാ മക്കളെ, നിങ്ങൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ്. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണ്ടേ മക്കളെ? അതിനെന്താണ്, ഒരു ഇടതടവില്ലാത്ത പ്രയത്നം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. വൈകിപ്പോയിട്ടില്ല, എന്താ ഇനി പഠിച്ചു തുടങ്ങിയാലും എന്തായിരിക്കും, നമ്മൾ സക്സസ്സിലെത്തും. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളെ തേടി ഉറപ്പായിട്ടും എത്തും. അതുകൊണ്ട് കയറി വാ മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 അണ്ടർ-19 വേൾഡ് കപ്പാണ്. അണ്ടർ-19 വേൾഡ് കപ്പ് 2026. നമ്മൾ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് അതിലെ കിരീടം നേടിയത്. 6ാം തവണ അണ്ടർ-19 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ചുണക്കുട്ടികൾ അല്ലേ. അപ്പോൾ 16ാമത്തെ എഡിഷനാണ്, 16ാമത് അണ്ടർ-19 വേൾഡ് കപ്പാണ് നടന്നത്. എവിടെയൊക്കെയാണ് നടന്നത്? സിംബാബ്വേയും നമീബിയയും ആയിരുന്നു വേദികൾ. സിംബാബ്വേയും നമീബിയയിലും പോയി കളിച്ചാണ് നമ്മുടെ ചുണക്കുട്ടികൾ 6ാം തവണ അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയത്. വൈഭവ് സൂര്യവംശി നിങ്ങൾ ആരും മറന്നു കാണില്ല അല്ലേ. അപ്പോൾ ഇത്തവണയും സ്കോർ ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ്? ഇന്ത്യക്ക് വേണ്ടി കിടിലൻ സ്കോർ ഉയർത്തി കിടുക്കാച്ചിയായിട്ട് കളിച്ച് ആ കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ചത് ഇപ്പോഴും ആര് തന്നെയാണ്? ബീഹാറുകാരനായ വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ അഭിമാന താരം തന്നെയാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് അഭിമാന താരമായി മാറണ്ടേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചോ കേട്ടോ. സർക്കാർ ജോലി അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ ഓടിവാ മക്കളെ. അപ്പോൾ എന്താണ്, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു അവസാന മത്സരം നടന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ. അങ്ങനെ ഇംഗ്ലണ്ടിലെ വീരന്മാരെയാണ് നമ്മുടെ ചുണക്കുട്ടികളിൽ മുട്ടുകുത്തിച്ച് 6ാം തവണയുള്ള വേൾഡ് കപ്പ് അല്ലെങ്കിൽ അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. എന്നു മുതലാണ് ആരംഭിച്ചതടാ ഇത്? നടന്നത് ജനുവരി 15 മുതൽ ഫെബ്രുവരി 4 വരെയാണ്. ജനുവരി 15 2026 പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 4 വരെ. 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 4 വരെ സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളായിട്ടാണ് അണ്ടർ-19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നത്. അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. ഓക്കെ, ഇത് എത്രാമത്തെ വേൾഡ് കപ്പാണ്? 16ാമത്തെ വേൾഡ് കപ്പ്. 41 മാച്ചുകളാണ് ഉണ്ടായിരുന്നത്. 41 മാച്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രാമത്തെ? 16ാമത്തേത്. എളുപ്പമുണ്ട്. 16ാമത്തെ മാച്ചാണ് ഇന്ത്യയുടെ 6ാമത്തെ കിരീടം. 6-16. അപ്പോൾ 2026 16ാമത്തെ അണ്ടർ-19 വേൾഡ് കപ്പാണ് നടന്നത്. അതിൽ 6ാം തവണയാണ് ഇന്ത്യ കപ്പ് സ്വന്തമാക്കുന്നതെന്ന് ഓർക്കാം കേട്ടോ. അപ്പോൾ 6 തവണയാണ് ഇന്ത്യ കിരീടം നേടിയതെന്ന് പറഞ്ഞില്ലേ. പ്രസ്താവന ചോദ്യങ്ങൾ ചോദിച്ചൂടെ? ഏതൊക്കെ തവണയാണ് അതിൽ പെടാത്തത്? 2000, 2008, 2012, 2018, 2022. എല്ലാം 2ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. അപ്പൊ 2008, 2012, 2018, 2022 ഇപ്പോൾ 2026. അങ്ങനെ 6 തവണയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 2008ന്റെ പ്രത്യേകത പറഞ്ഞേ എന്താ? അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷം അല്ല, അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷം 2008 ആണ്. 2008 IT അമെൻമെന്റ് ആക്ട് വരുന്നത് അല്ല. IT അമെൻമെന്റ് ആക്ടിന്റെ വർഷം ചോദിച്ചാലും 2008 ആണ്. അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷം 2008 ആണ്. ദെൻ ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാ? ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സിംലയിലാണ് അല്ലെ. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമായ ശ്രീകാര്യം ഒരുപക്ഷെ മനസ്സിനകത്ത് ഓടി വന്നു. അപ്പോൾ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകാര്യം കേന്ദ്ര, ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് സിംലയാണ്. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക വേനൽക്കാല വസതി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സിംലയാണ്. മനോഹരമായ ഇന്ത്യയുടെ പഴക്കൂട, ആപ്പിൾ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ സ്വന്തം സിംലയാണ്. ഓക്കെ, അപ്പോൾ 2000, 2008, 2012, 2018, 2022, 2026 അങ്ങനെ 6 തവണയാണ് ഇന്ത്യ
under-19 വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്, വേൾഡ് കപ്പ് ക്രിക്കറ്റ് സ്വന്തമാക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ അഭിമാന താരമല്ലേ, ബീഹാറുകാരനായ വൈഭവ് സൂര്യവംശി പ്ലെയർ ഓഫ് ദ സീരീസ് ആണ്. ഈ സീരീസിന്റെ പ്ലെയർ ചോദിച്ചാലും അതുപോലെ തന്നെ ഫൈനലിലെ മികച്ച താരം ചോദിച്ചാലും ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശി തന്നെയാണ്. അപ്പോൾ എന്താണ് പ്ലെയർ ഓഫ് ദ സീരീസ്, അതുപോലെ തന്നെ ഫൈനലിലെ മികച്ച താരം ചോദിച്ചാൽ വൈഭവ് സൂര്യവംശിയാണ്. ഒരു റെക്കോർഡ് കൂടെ സ്വന്തമാക്കി നമ്മുടെ വൈഭവ് സൂര്യവംശി എന്താ, under-19 വേൾഡ് കപ്പ് ഫൈനലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി. under-19 വേൾഡ് കപ്പ് ഫൈനലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? വൈഭവ് സൂര്യവംശി. 80 ബോളിൽ 175 റൺസ്, 80 ബോളിൽ 175 റൺസ്. അടിപൊളി പെർഫോമൻസ് അല്ലേ? അപ്പോൾ എങ്ങനെ അടുത്ത പരീക്ഷകൾ 100 സ്കോർ 100 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സ്കോർ എത്രയായിരിക്കും? ഓക്കെ 95, 96, 97 അതൊക്കെ മേലെ. അപ്പൊ റാങ്ക് എവിടെ നിൽക്കും? 10നകത്ത്, 50നകത്ത്, ഏറി വന്ന 100നകത്ത് കിടിലമായിട്ട് പഠിച്ചോ. അപ്പോൾ under-19 ഫൈനൽ വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയത് ആരാണ്? വൈഭവ് സൂര്യവംശി അല്ലേ? 14കാരൻ. ഇപ്പോൾ 15കാരൻ വൈഭവ് സൂര്യവംശിയാണ്. അതുപോലെ തന്നെ ഒരു under-19 വേൾഡ് കപ്പില് under-19 കളിക്കുന്ന ഇന്ത്യക്കാരിൽ ഇടയിലെ ഏറ്റവും ഉയർന്ന സ്കോർ ചോദിച്ചാലും ഇത് തന്നെയാണ്. ഫൈനൽ എന്നല്ല, under-19 ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണടാ? അത് വൈഭവ് സൂര്യവംശി തന്നെയാണ്. സംസ്ഥാനം ഏതാ? ബീഹാറാണ്. സാക്ഷരത കുറഞ്ഞ ബീഹാറാണ്. ബീഹാർ ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാറാണ്. ജാതി സെൻസസ് പുറപ്പെടുവിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? അത് ആന്ധ്രാപ്രദേശാണ്. മൂന്നാമത്തത് ചോദിച്ചാൽ അതേതാ? അത് തെലങ്കാനയാണ്. ഈ ജാതി സെൻസസ് ഒക്കെ സ്ഥിരമായി ചോദ്യം വരികയാണ്. അപ്പോൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വായന വേണേ. തൊട്ടടുത്ത് വരുന്നത് 10th പ്രിലിംസ് ആണ്. 10th പ്രിലിംസ് അത് സ്കോർ ചെയ്ത് അത് നമ്മളത് മാക്സിമം സ്കോർ ചെയ്യുക, എല്ലാ ഏരിയയും കവർ ചെയ്യുക. അപ്പോൾ പ്രിലിംസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആവേശം, മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം തോന്നത്തില്ലേടാ? ഉറപ്പായിട്ട് തോന്നും. അപ്പോൾ വരുന്ന പ്രിലിംസിൽ എല്ലാ പ്രിലിംസും നമ്മൾ ക്ലിയർ ചെയ്യണം, മെയിൻസ് ക്ലിയർ ചെയ്യണം, പിന്നെ അഡ്വൈസ് കൈപ്പറ്റണം, ജോയിനിങ് ലെറ്റർ കൈപ്പറ്റണം, അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഇട്ട് ഞെട്ടിക്കണം, തിരിച്ചു വാ. അപ്പോൾ എന്താണ് ബീഹാറുകാരൻ വൈഭവ് സൂര്യവംശി under-19 വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഫൈനൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കുന്നു. 80 ബോളിൽ നിന്ന് 175 റൺസ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? under-19 എന്ന് കേൾക്കാതെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് കേട്ടാൽ തന്നെ ഓടി നമ്മൾ പെട്ടെന്ന് ആവശ്യമില്ലാതെ രോഹിത് ശർമ്മയിലൊക്കെ വരും. ഇപ്പോഴത്തെ ചോദ്യം എന്താണ് മക്കളെ? under-19 ആണ്. under-19 ക്യാപ്റ്റൻ ആരായിരുന്നു? ആയുഷ് മഹാത്രെ. മഹാരാഷ്ട്രക്കാരനായ മഹാത്രയാണ്. മഹാരാഷ്ട്രയിലെ മഹാത്രയാണ് ഈ മഹാമത്സരത്തെ നയിച്ചതെന്ന് ഓർത്തോ. ആയുഷ് മഹാത്രെ, മഹാരാഷ്ട്ര. ഇന്ത്യൻ ക്യാപ്റ്റൻ. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആരാ? തോമസ് റിയു ആണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ തോമസ് റിയു ആണ് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ. അതുപോലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? ആയുഷ് മഹാത്രയാണ്. യെസ്, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏതാണ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ താരം ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ബെൻ മേയേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇംഗ്ലണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല അത് ഇംഗ്ലണ്ടുകാരനാണെന്ന്. 444 എളുപ്പമാണ്. 444 റൺസ് നേടിയ ബെൻ മേയേഴ്സ് ആണ്. ഇംഗ്ലണ്ടുകാരനായ ബെൻ മേയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മാനി ലംസ്ഡൻ ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മാനി ലംസ്ഡൻ ആണ്. 16 വിക്കറ്റാണ് നേടിയത്. അദ്ദേഹവും ഇംഗ്ലണ്ടുകാരൻ തന്നെയാണ്. എളുപ്പമാണ് പഠിക്കാനായിട്ട്. മേയേഴ്സും മാനിയുമാണ്. മേയേഴ്സ് മാനി. അങ്ങനെ ഏറ്റവും കൂടുതൽ റൺസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റും സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാർ റണ്ണറപ്പായി മാറുകയാണ്. 444 റൺസ് നേടി ബെൻ മേയേഴ്സ് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറിയപ്പോൾ 16 വിക്കറ്റ് നേടി മാനി ലംസ്ഡൺ എന്ത് ചെയ്യുന്നുണ്ട്? മോസ്റ്റ് വിക്കറ്റ് എന്നുള്ള നേട്ടത്തിന് അർഹമാകുന്നുണ്ട്. ഫൈനൽ നടന്നത് എന്നാ? ഫെബ്രുവരി 4 ഒന്നുകൂടെ ഇട്ടെങ്കിൽ 14 വാലന്റൈൻസ് ഡേ ആക്കി മാറ്റാൻ പറ്റിയേനെ. വാലന്റൈൻസ് ഡേ എന്ന് ഫെബ്രുവരി 14 ഓർക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താ? പുൽവാമ ദിനം ഫെബ്രുവരി 14 അല്ലെ? പുൽവാമ ദിനം. ഓക്കെ, അപ്പൊ ഫൈനൽ നടന്നത് ഹരാരെ സ്പോർട്സ് ക്ലബ്ബാണ്. സിംബാബ്വെ. അപ്പോൾ ഫൈനൽ നടന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? സിംബാബ്വെയാണ്. ഫൈനൽ നടന്നത് സിംബാബ്വെയാണ്. ഹരാരെ സ്പോർട്സ് ക്ലബ്ബാണ്. നോക്കിയേ, പഠിച്ചു വെച്ചേടാ.
ഹരാരെ സ്പോർട്സ് ക്ലബ്ബ്. ഫൈനൽ നടന്നത് എന്നാ ഫെബ്രുവരി 4-നാണ് 41 മാച്ചസ് ഉണ്ടായിരുന്നടാ. അപ്പോൾ 16ാമത്തെ എഡിഷനാണ്, 6ാം തവണയാണ് ഇന്ത്യ ഈ അണ്ടർ-19 വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്. ഇംഗ്ലണ്ട് ആയിരുന്നു റണ്ണറപ്പ്. വൈഭവ് സൂര്യവംശി എന്താ പ്രത്യേകത? അണ്ടർ-19 ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 175 റൺസ് സ്വന്തമാക്കിയോടെ എത്ര ബോളിൽ നിന്ന് 80 ബോളിൽ നിന്ന് ഇരട്ടിക്കും മേലെ. അടിപൊളിയായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ എന്താണ് റൺസ് ഏറ്റവും കൂടുതൽ നേടിയത്? ബെൻ മേയേഴ്സ്. വിക്കറ്റ് നേടിയത് മാനി ലംസ്ഡൻ ആണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയുഷ് മഹാത്രേ. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ തോമസ് ര്യൂ ആണ്. അതുപോലെ എന്താ ഇന്ത്യയുടെ 6ാമത്തെ കിരീടം 2000, 2008, 2012, 2018, 2022 വേദി എവിടെയൊക്കെയായിരുന്നു? സിംബാബ്വേയും നമീബിയയുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് അത്യാവശ്യത്തിന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ-19 വേൾഡ് കപ്പ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. പരീക്ഷകളൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. പഠനം എന്താണ്? ഓടിയല്ല, ചാടിപ്പോട്ടെ. അടിപൊളിയായിട്ട് പഠിക്കണം. അഡ്വൈസ് കിട്ടുന്ന ആ ഒരു ദിവസത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. അടിപൊളിയല്ലടാ. അഡ്വൈസ് വാങ്ങി, വീണ്ടും പറയുന്നു, റെഡി മെമ്മോ വാങ്ങി ജോയിൻ ചെയ്യുന്ന ഒരു ദിവസം, ആ ജോയിൻ ചെയ്യുന്ന ദിവസം ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയാവണം, സെറ്റ് ആവണം. അപ്പോൾ അണ്ടർ-19 വേൾഡ് കപ്പ് സെറ്റാക്കി വെച്ചു. പുതിയ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും വൈകാതെ കാണുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷയിൽ. ബൈ.